സമസ്തയുടെ ഓരോ കാര്യങ്ങളും എടുത്തു പഠിച്ചു നോക്കുകയാണെങ്കിൽ 11,000-ഓളം മദ്രസകൾ സമസ്തക്കുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഈ കർണാടകയിലെ നമ്മുടെ ഈ ദക്ഷിണ കന്നഡയിലെ ഈ ചിക്കമംഗ്ലൂരിന്റെ ഭാഗത്തേക്ക് ഞാൻ വരുമ്പോ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അറിയുന്നവർ, സമസ്തയെ സ്നേഹിക്കുന്നവർ എല്ലാത്ത ട്രിപ്പിൾ സ്ട്രോങ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഠിനമാണ് സമസ്തയോടുള്ള പ്രണയം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ വല്ലാത്ത ആവേശമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ, കാലത്തിന്റെ മുജദ്ദിദായ സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങളെ പറയുമ്പോ, ജിഫിരി തങ്ങൾ ഒരു വാക്ക് പറയുമ്പോ അതിനപ്പുറത്തേക്കില്ലാതെ പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ദക്ഷിണ കന്നഡയിലെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ചിക്കമംഗ്ലൂരിലെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും 100-ാം വാർഷികത്തിന്റെ മഹാസമ്മേളനത്തിന് പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കണം. അതുപോലെ തന്നെ സമസ്തയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയൊക്കെ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട കാസിം ഉസ്താദിന്റെ തണലേകിയ മണ്ണാണ് ബഹുമാനപ്പെട്ട മിത്തബയിൽ ജബ്ബാർ ഉസ്താദിന്റെ. ഞാൻ കഴിഞ്ഞ ദിവസം മിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിന്റെ അരികിൽ പോയി. നിങ്ങൾ ആ പ്രസംഗം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെ അരികിലേക്കൊക്കെ ചെല്ലുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ. അങ്ങനെയാണ് ഈ യാത്ര. ഓരോ മഹാന്മാരെ ഇന്ന് നമ്മൾ വരുമ്പോൾ ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ ഹളറത്തിലേക്ക് നമ്മളവിടെ പോയി സിയാർത്ത് ചെയ്തു. കാണുന്ന മക്കാമിലേക്ക് കയറും. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ കുരുത്തും പൊരുത്തും കിട്ടാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, കേരള കാശ്മീർ എന്നുള്ള യാത്രക്കൊരു വൈബിനപ്പുറം ഒരു ആത്മീയതയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. കേരള കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത രസമാണ് അല്ലേ? കാശ്മീരൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ഈ കാശ്മീർ എന്നുള്ള ആസ്വാദനത്തിൻ്റെ അപ്പുറം നമുക്ക് നമ്മുടെ സമസ്തയെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ബഹുമാനപ്പെട്ട കാസിം ഉസ്താദൊക്കെ ജീവിച്ച അതേ പാതയിലൂടെ, അവരൊക്കെ മരണം ഞാൻ കൂടുതലായിട്ട് എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ അറിയുന്നവരാണല്ലോ. അറഫാ ദിവസത്തിൽ, അതുപോലെ തന്നെ അറഫാ ദിവസത്തിൽ അള്ളാഹുവിനോട് വിട പറഞ്ഞു പോകുമ്പോൾ എത്രത്തോളം വലിയ സൂക്ഷ്മ ജ്ഞാനമായിരുന്നു ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ്. അതുപോലെ തന്നെ ഉസ്താദിന്റെ ചരിത്രം ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേദോതി തരേണ്ട ആവശ്യമില്ല. അത്രത്തോളം പവിത്രമുള്ള, ചാടുനാഥമുള്ള, പുണ്യമുള്ള ഒരു മണ്ണിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അൽഹംദുലില്ലാ